शशाङ्कशेखर चन्द्रमौलि चिदम्बरा कोटि कोटि प्रणाम शम्भु कोटि नमन दिगम्बरा निर्विकार ओमकार अविनाशी तुम्ही देवादिदेव जगत सर्जक प्रलय करता शिवम सत्यम सुंदरा निरंकार स्वरूप कालेश्वर महायोगीश्वरा दयानिधि दानेश्वर जय जटाधार भयंकरा शूलपाणि त्रिशूलधारी औगडी बाघंबरी जय महेश त्रिलोचनाय विश्वनाथ विशंभरा മാളു ഇതേ നോക്കിയേ തളി ക്ഷേത്രത്തിൽ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. മാഷേ, അതിരുദ്രത്തിന്റെ പരിപാടികൾ എന്തൊക്കെയാ? അതിരുദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി ആരംഭിക്കുന്നത് യജ്ഞഭൂമിയായ പാഞ്ഞാളിൽ നിന്നാണ്. പാഞ്ഞാളിൽ നിന്ന് ഭദ്രദീപം തെളിയിച്ച് പ്രത്യേക രഥയാത്രയായി മലപ്പുറം ജില്ലയിലേക്ക് എത്തുകയും ജില്ലയിലെ 108 ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഫെബ്രുവരി 13 രാവിലെ 9 മണിക്ക് തളി ക്ഷേത്രത്തിൽ ഈ രഥയാത്ര എത്തിച്ചേരുന്നതാണ്. അന്ന് അവിടെ സന്യാസി ശ്രേഷ്ഠന്മാരെ ആദരിക്കുന്നതിന് വേണ്ടി ഒരു യതിപൂജ നടത്തുന്നതാണ്. ബാക്കി പരിപാടികളൊക്കെ തളിയിൽ തന്നെയാണോ? അതേ മോളെ, ബാക്കി എല്ലാ പരിപാടികളും തളി ക്ഷേത്രത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഫെബ്രുവരി 14 രാവിലെ 10:30 മണിക്കാണ് നമ്മുടെ ഈ യജ്ഞസമാരംഭ സഭ ആരംഭിക്കുന്നത്. അന്നാണ് ഉദ്ഘാടനം നടക്കുന്നത്. അതിനുശേഷം നമ്മൾ 15 മുതൽ യജ്ഞപരിപാടികൾ ആരംഭിക്കും. ഈ യജ്ഞപരിപാടിയുടെ ദിവസങ്ങളിൽ 100,000 പേർക്കാണ് നമ്മൾ അന്നദാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അന്നദാനത്തിന് വേണ്ടിയുള്ള ദ്രവ്യങ്ങളുടെ സമർപ്പണം 14 വൈകുന്നേരം 4:30 മണിക്ക് ക്ഷേത്രത്തിൽ നടക്കും. തുടർന്ന് 15 രാവിലെ നമ്മുടെ ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ 121 ദൈവജ്ഞർ ചേർന്നിട്ടുള്ള ഒരു ശ്രീരുദ്ര ജപം ആരംഭിക്കും. രാവിലെ 5 മണി മുതൽ 8:30 മണി വരെയാണ് ആ ജപം നടക്കുന്നത്. തുടർന്ന് 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന നമ്മുടെ അഭിഷേക പരിപാടികളുണ്ടാവും. തുടർന്ന് വീണ്ടും നമ്മുടെ മണ്ഡപത്തിൽ, അതായത് നമ്മുടെ കേളപ്പജി നഗറിൽ വെച്ചിട്ട് മഹാത്മ്യ പാരായണങ്ങൾ 12:30 മണി മുതൽ 2:30 മണി വരെ മഹാത്മ്യ പാരായണമുണ്ട്. കൂടാതെ അന്ന് വൈകുന്നേരം ഈ യജ്ഞ ദിവസങ്ങളിൽ സമർപ്പിക്കാനായി വെച്ചിട്ടുള്ള നമ്മുടെ അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പണ സാമഗ്രികൾ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും സമർപ്പിക്കാനൊരവസരവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യജ്ഞം നടത്താൻ ഉദ്ദേശിക്കുന്നത്. 15 തീയതി രാവിലെ നമ്മൾ ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിലാണ് യജ്ഞപരിപാടികൾ ആരംഭിക്കുക. 121 ദൈവജ്ഞർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജപത്തിൽ പങ്കെടുക്കും. അതിനുശേഷം ഒരു രാവിലെ 5 മണി മുതൽ 8:30 വരെയാണ് ആ പരിപാടി നടക്കുക. 8:30-ക്ക് ശേഷം എല്ലാവരും കാണേണ്ട അതിവിശിഷ്ടമായിട്ടുള്ള നമ്മുടെ 121 കലശങ്ങൾ ആടുന്ന ഒരു ചടങ്ങാണ്. 3 മണിക്കൂറോളം അത് നീണ്ടു നിൽക്കും. അതൊക്കെ നമുക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു പരിപാടി ആദ്യമായിട്ടാണ് നടക്കുന്നത്. തുടർന്ന് ഈ 11 ദിവസവും ഇത്തരം പരിപാടികൾ നടക്കും. 25 തീയതി രാവിലെ ഈ യജ്ഞത്തിൻ്റെ ഒരു സമർപ്പണ സഭയുണ്ടാവും. നമ്മളെല്ലാവരും ആദരിക്കുന്ന ചിദാനന്ദപുരി സ്വാമികളാണ് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. 14 തീയതി നമ്മുടെ ഉദ്ഘാടന സഭ നടത്തുന്നത് കുമ്മനം രാജേട്ടൻ, നമുക്കെല്ലാം പരിചിതനായിട്ടുള്ള ഹൈന്ദവ കാര്യങ്ങൾക്ക് വളരെയധികം നേതൃത്വമുള്ള കുമ്മനം രാജേട്ടനാണ് ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. മാത്രമല്ല ഈ ഒരു യജ്ഞമായതുകൊണ്ട് തന്നെ ഇത് എല്ലാവിധത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ തുടങ്ങുന്ന ഈ പരിപാടി അഭിഷേകം, തുടർന്ന് മഹാത്മ്യ പാരായണം, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി 12:30 മുതൽ 2:30 വരെ ഉണ്ടാവും. തുടർന്ന് നമ്മുടെ അങ്ങാടിപ്പുറത്തിൻ്റെയും മറ്റു പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ കലാപരമായൊരു സമയത്തിന് വേണ്ടിയിട്ട് 7:30 മണി മുതൽ 10 മണി വരെ എല്ലാ ദിവസവും നമ്മുടെ കേളപ്പജി നഗറിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം അവസാനമായിട്ട് 26 തീയതിയാണ് നമ്മൾ ശിവരാത്രി വരുന്നത്. അന്നുകൂടി ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് കേരളമൊട്ടാകെ കേരളത്തിലെ ഈ തളി ക്ഷേത്രത്തിലേക്ക് ഉറ്റുനോക്കുന്ന
ഒരു മഹാസംഭവമായിട്ട് ഈ അതിരുദ്ര മഹായജ്ഞത്തെ മാറ്റണം എന്നാണ് സംഘാടക സമിതിയായിട്ടുള്ള ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായും മറ്റു രീതിയിലുള്ള എല്ലാ സമാഹരണ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. മോളെപ്പോലെയുള്ള കുട്ടികൾ ഇത് മനസ്സിലാക്കി ഇതിൻ്റെ ഒരു തുടർച്ച നിങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ സാധിക്കുമോ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് മോളെപ്പോലെയുള്ള കുട്ടികൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരാധനാ സ്വാതന്ത്ര്യത്തിൽ നിന്ന് കളങ്കങ്ങളെ വെടിഞ്ഞ് വിശുദ്ധി നേടാനായി ശ്രേഷ്ഠമായ അതിരുദ്ര മഹായജ്ഞത്തിലേക്ക്. അതിരുദ്ര മഹായജ്ഞം 2025.